ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം അങ്ങനെ അതുപോലെയുള്ള ഫംഗ്ഷൻസിലൊക്കെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടുന്ന പാല് പോലെയുള്ള ഒരു ലൈം ജ്യൂസാണ്. നല്ല കിട്ടുമായിട്ട് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ടത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. നിങ്ങളാരും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കധികം ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. വീട്ടിലുള്ള 2-3 ഐറ്റംസ് മാത്രം മതി ഇതുപോലെയൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ. നമ്മളിവിടെ ഒരു 3 ഗ്ലാസ് ലൈം ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മീഡിയം സൈസിലുള്ള, ഒരുപാട് വലിപ്പമൊന്നുമില്ല, മീഡിയം സൈസിലുള്ള 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. നമ്മളെപ്പോൾ എടുക്കുമ്പോഴും അധികം എരിവില്ലാത്ത മുളക് നോക്കി എടുക്കണം. എരിവ് കൂടിപ്പോയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ എരിവില്ലാത്ത മുളക് നോക്കി എടുക്കണം. അപ്പം ഞാനിതുപോലെ നമ്മുടെ നാരങ്ങ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിഴിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നാരങ്ങേൻ്റെ നീരൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയതാട്ടോ. പക്ഷേ നമുക്ക് ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് പിഴിയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് നമുക്കത് നീര് മുഴുവനായിട്ട് കിട്ടും. ഇഞ്ചിയൊന്നും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. നമുക്കിതിനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്തത്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വരുന്നത്, നമ്മുടെ തേങ്ങ. ഇതുപോലെ ഞാൻ കുറച്ച് തേങ്ങ, ഒരു അരമുറി മൊത്തമായിട്ടില്ല, അതിൽ 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഏലക്ക, ഒരു കഷ്ണം ഏലക്കല്ല, ഒരു ഏലക്ക കേട്ടോ. 1-2 നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് നമുക്കെല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും അതുപോലെ ഈ തേങ്ങയും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം എടുത്തിട്ട് അരച്ചെടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ പാകത്തിന് നമുക്ക് ഈ 3 ഗ്ലാസ് വെള്ളത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുതേ. ഇതാ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നാരങ്ങ നീര് മുഴുവനായിട്ട് കിട്ടില്ല. നമ്മൾ കൈകൊണ്ട് പിഴിയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ എന്തായാലും ഇത് എടുത്തു പോയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനിത് എന്തായാലും ഇതിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ കൈകൊണ്ടൊന്ന് ബാക്കിയുള്ളതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ തണുത്ത വെള്ളമൊന്നും അല്ല കേട്ടോ, സാധാ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്നും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതാ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ കണ്ണിയുടെ അരിപ്പയിൽ കൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കാരണം നമ്മുടെ തേങ്ങ അരിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ അതിലുണ്ടാവും. അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിലുള്ള ബാക്കി ജ്യൂസും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 4 മണിക്കത്തേക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ ക്ഷീണിച്ച് വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അതുപോലെ നോമ്പ് തുറക്കാനൊക്കെ ആകുമ്പോഴേക്കും ഇനി വരുന്ന സമയങ്ങളിൽ ഇതുപോലെ ഒരു ജ്യൂസ് എന്തായാലും ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ദാ അവിടെ ജ്യൂസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ജ്യൂസിന് കുറച്ചൊരു എരിവ് മുന്നിക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും എരിവ് നിങ്ങൾ ചേർക്കരുത്. ഒരുപാട് എരിവുള്ള മുളകാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.